ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാമല്ലേ, ഇന്ന് പൗർണമിയാണ്. അപ്പോൾ പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രം അറിയുന്നവർ അതും കൂടി ചേർത്ത് കമൻറ്റായിട്ട് എഴുതിയിടുക. അപ്പോൾ തിഥി ആരംഭിക്കുന്നത് ഇന്ന് വൈകിട്ട് ഏകദേശം 5 മണിയോടുകൂടി നാളെ ഉച്ചയ്ക്ക് 2:30 മണി വരെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് നമ്മൾ പറയുന്ന ഒരു ടൈം അതാണ്. എങ്കിലും നമ്മളൊരു 3 ദിവസം ആ ഒരു പൗർണമിയാക്കി വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നാളെ രാത്രിക്കുള്ളിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടും. അപ്പോൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെല്ലാം അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മളെല്ലാ പൗർണമിയിലും ഇത് പറയാറുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പൗർണമി ഡേയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിന് അതിനൊന്നും അത്രയും അധികം ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുമ്പോഴേ ആ ഒരു മാനിഫെസ്റ്റേഷനും കാര്യങ്ങളെല്ലാം വർക്ക് ആവുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് വളരെയധികം ഊർജ്ജം നമ്മളിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു ഏർലി മോർണിംഗ് ബാത്ത്, അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പോസിറ്റീവായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്യുക. കഴിയുന്നതും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇനി ഇതിലേക്ക് വരാനായിട്ട് പോകുന്നത്, വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയും. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ചീറ്റിംഗ് കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു തമാശയായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫുൾ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. സോ അത്രത്തോളം നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു ബന്ധമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു 100% സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ അത് എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഷാഠ്യം പിടിച്ചിട്ടുണ്ടാവാം. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി നമുക്ക് അത്തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമ്മളിവിടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് ഒളിയും മറയുന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളറിയാതെ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ വാനിഷ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു പെയിൻഫുൾ സിറ്റുവേഷനിലാകും എന്നറിഞ്ഞിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഒരു പേഴ്സണ് വലിയ വിഷയമായിരിക്കണം എന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇൻസിഡൻസ് നടന്നിട്ട് എത്ര നാളായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും യാതൊരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നടന്നിട്ട് ചിലർക്ക് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം, ചിലർക്ക് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തതയില്ല. ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയോ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ട്, കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. സോ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റിയോടുകൂടി വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഈ ഒരു പേഴ്സൺ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അവരോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് അന്ധമായിട്ട് ഈ ഒരു പേഴ്സണെ സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയുമല്ല.
ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ വരണ്ട, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉത്തരം വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒപ്പം മറ്റൊരു ബന്ധം കൊണ്ടുപോയിട്ടുണ്ടാവാം. അതായത് അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ്, നിങ്ങളെ കൂടാതെ മറ്റൊരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചെയ്ത് കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ മറച്ചു വെച്ച് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് അവർ ചെയ്തു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണോ അവർ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു ഭയമുണ്ട്. അതായത് ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ മുന്നിൽ വന്ന് വളരെ ഫ്രീ ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് തന്നെ നല്ലൊരു ഉത്തമ ബോധ്യമുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഒരു നിലപാട് അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ തന്നിട്ട്, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് നിങ്ങളെ വല്ലാതെ സഫർ ചെയ്യിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇത്രയും നാൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരുന്നിരിക്കാം. കാരണം ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു ധൈര്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കായിരിക്കാം. നിങ്ങളെ പൂർണ്ണമായും വഞ്ചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിലനിൽപ്പിനായിട്ട് പോയിട്ടുള്ളത് മറ്റൊരു റിലേഷൻഷിപ്പിനെ അന്വേഷിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെ ഒരു ഭയമുണ്ട് ഈ ഒരു പേഴ്സണ്. ആ ഒരു ഭയം എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, അവർ ചെയ്തു പോയ തെറ്റിൻ്റെ ആ ഒരു ആഴം അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഭയമുള്ളത്. അപ്പോൾ നിങ്ങളുമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് ചില കേസസിൽ നമ്മൾ കാണാറുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് പാർട്ട്ണറിലേക്ക് വരാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഉള്ളിനകത്ത് ഉണ്ടായിട്ടും വരാൻ സാധിക്കാതെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജീസ് നമ്മൾ കാണാറുണ്ട് ചില റീഡിങ്സിനകത്ത്. പക്ഷേ ഇവിടെ അതുപോലെയല്ല. ഈ ഒരു പേഴ്സണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് ക്ലാരിറ്റി തരാമായിരുന്നു. അങ്ങനെ ഈ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരായിട്ട് തന്നെ ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോവുക, ആ ഒരു രീതിയിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ മാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വരാതെ മനഃപൂർവ്വം ഓടി മാറിപ്പോകുന്നത് പോലെയുള്ള ആ ഒരു എനർജിയിലാണ് ആ വ്യക്തി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഈ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും തരാനായിട്ട് ഇവരെ കൊണ്ട് കഴിയില്ലായിരുന്നു. ഇവർ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് കൂടുതൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിയുന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ധാരണ ഉണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ, ഇപ്പോൾ കറൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് അവർ പോയിട്ടുള്ളതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് ഇല്ല എന്നുള്ളത് തന്നെ പറയാം. ചിലപ്പോൾ ഒരു ഗ്രീനറി സൈഡ് കണ്ട് അങ്ങോട്ട് പോയൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കണ്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അവർ വിചാരിച്ച ആ ഒരു റിസൾട്ട് ഇല്ലാതെ ആ ഒരു സിറ്റുവേഷൻ അത്രയും ഭാരമായിട്ട് തോന്നി അതിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്ന, അല്ലെങ്കിൽ പടിയിറങ്ങിയിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് വിടാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയും അവർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിലുള്ള വ്യക്തിയായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ക്ലാരിറ്റിയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ വീണ്ടും നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ഹാർമണിയാണ് കാണുന്നത്. അതായത് വീണ്ടും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ആ ഒരു ഇവരെ പോയത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ അവിടെ അവരിപ്പോൾ മാനസികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, താല്പര്യമില്ലത്. നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേക്കിലുള്ള ഒറാക്കിൾ കാർഡ്സ് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യത്തെ ഫസ്റ്റ് 2 കാർഡ്സും വന്നിരിക്കുന്നത് ആ ഒരു പൊളിറ്റിക്സ് ആൻഡ് ടേണിംഗ് ഇൻ എന്നുള്ള കാർഡ്സാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മുന്നിൽ അവരൊരു ഫേക്ക് സ്മൈൽ
വെച്ച് നിന്നിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് കുറച്ച് നാൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൂടെ അവർ പോയിരുന്നു എന്ന് തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിവിടെ ഒരു വീലിൻ്റെ എനർജി കാണാം. ആൻഡ് കറൻ്റ്ലി നമുക്ക് ഹാർമണി എനർജിയും വന്നിട്ടുണ്ട്. അതായത് അവർ ഏത് തരത്തിലാണോ നിങ്ങളെ പറ്റിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് നിന്നത്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങളായിട്ടായിരിക്കും ഇതുപോലെയുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇതിനകത്തുണ്ടെന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന പ്രോമിസസ് ഈ ഒരു പേഴ്സൺ തെറ്റിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചതൊക്കെ നിങ്ങളായിട്ടായിരിക്കാം. അപ്പോൾ അതായത് തീർച്ചയായിട്ടും എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഈ ഒരു ഒറാക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെയിൻലി അതിനകത്ത് ഒരുപാട് മെസ്സേജസും കൂടി കൺവേ ചെയ്യുന്ന കാർഡ്സാണ് ഒറാക്കിൾസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ലൈഫിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഹാർമണി ആഗ്രഹിക്കുന്നത്. നേരത്തെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റ് ആയി പോയത്, ആ ഒരു സമയത്ത് അവർ തികച്ചും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി, ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരിക്കലും കാണാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു എനർജീസാണത്. അങ്ങനെ നിന്നിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ട്രൂലി അല്ലെങ്കിൽ ഹോണസ്റ്റ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർമണി വേണം, സത്യസന്ധമായിട്ട് ഇതിനകത്ത് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതുപോലെ ആ ഒരു 10 ഓഫ് സോഡ്സിൻ്റെ 10 ഓഫ് വൺസിൻ്റെ എനർജീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവരെങ്ങോട്ടാണോ ഓടിപ്പോയത്, അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ അവർ മാഞ്ഞു പോയത്, തീർച്ചയായിട്ടും അവിടെ നിന്ന് അവർക്ക് പടിയിറങ്ങി തിരിച്ചു വരേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഒരു കാര്യവും നമ്മൾ ഒരാളെ വഞ്ചിച്ചോ അല്ലെങ്കിൽ പറ്റിച്ചോ ഈ ഒരു ലോകത്ത് നമുക്ക് നേടാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട്, അവരേതെങ്കിലും ഒക്കെ ഒരു ചീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ചീറ്റിങ്ങിൽ സേഫായിട്ട് തുടർന്ന് പോകുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് ലൈഫ് ലോങ് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊരിക്കലും ഇല്ല. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സമയമാറ്റത്തിനനുസരിച്ച് ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പണി കിട്ടും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറൻലി ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ ചെയ്ത ആ ഒരു കള്ളത്തരത്തിന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. അതിനൊന്നും അവർ വിചാരിച്ചൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരാം. ഇത്രയും നാളും അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നത് അല്ലെങ്കിൽ മുഖം തരാതെ നിന്നിട്ടുള്ളത് അവർക്കൊരു ഉത്തരം തരാനായിട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് വിട്ടുകളയാൻ സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൺ ഇല്ല. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരിപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ക്യാരക്ടർ പിടികിട്ടിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് തേർഡ് പാർട്ടി റീഡിംഗ് അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കൺസേൺ ഇല്ലാത്തൊരു വ്യക്തിയാണ്. തേർഡ് പാർട്ടിയെക്കുറിച്ച് അവർക്ക് യാതൊരു കൺസേണും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം. ഇത്രയും നാൾ അവർ ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച് പോവുമായിരുന്നു, നിങ്ങൾക്കൊരു വ്യക്തത തരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലും അല്ലായിരുന്നു. ഇപ്പോൾ അവരെല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഭയം എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കുറച്ച് റിലീസായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ആ ഒരു എയർ എനർജീസ് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ജെമിനൈ, ലിബ്ര, അക്വേറിയസ് എനർജീസ് വളരെ കാര്യമായിട്ട് തന്നെ ഇതിനകത്ത് വിസിബിളാണ്. എന്ന് വിചാരിച്ചിട്ട് മറ്റാർക്കും ഇത് റെസനേറ്റ് ആവില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു എനർജീസ് നമുക്ക് കാണാം. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുനം, അതുപോലെ തന്നെ തുലാം, കുംഭം രാശികൾ. അപ്പോൾ ഈ ഒരു രാശിയിൽ പെടുന്ന ആൾക്കാരും ആയിരിക്കും, ഒന്നല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അല്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹാർമണിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയൊക്കെ പോലെ ഒരു നാണം കുണുങ്ങി അല്ലെങ്കിൽ ഒരു ചമ്മലുണ്ട് ഈ ഒരു പേഴ്സൺ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് കുറച്ചൊരു ജാള്യതയുള്ളൊരു പേഴ്സൺ തന്നെയാണ്. എങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫുൾഫിൽമെൻറ്റ് വേണം. നമ്മൾ ആ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ലവേഴ്സ് എനർജി പോലെ ആവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനേക്കുള്ള ഒരു സ്ട്രെങ്തനിങ് ഈ ഒരു പേഴ്സൺ വേണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം സംഭരിക്കുന്ന ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മളോട് നോക്കുമ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഇപ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോയ്സാണ്. ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്ന് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലാരിറ്റി കിട്ടിയിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നവരാണോ? ചിലപ്പോൾ ഇത്രയും ചീറ്റിംഗ് എല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും വേണ്ട, വന്നു കഴിഞ്ഞാൽ എനിക്ക് 2 വർത്താനം പറഞ്ഞ് വിട്ടാൽ മതി, ഇത്രയും നാളത്തെ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം പറഞ്ഞു തീർത്താൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇവരെ കാത്തിരിക്കുന്നവർ മാത്രമല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ നല്ലത് കുറച്ച് പറയാനുണ്ട് എന്ന് വിചാരിക്കുന്ന എനർജീസിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് തൃക്കേട്ടയാണ്. ഏരീസ് സോഡിയക് സൈൻ, June month, number 13, December month, തൃശ്ശൂർ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അതിൻ്റെ പ്രോഗ്രാംസിൻ്റെ ശബ്ദം ഇവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. വോയിസിനകത്ത് അത് എത്രത്തോളം വരുന്നുള്ളത് എനിക്കറിയില്ല. കാസർഗോഡ്, മലപ്പുറം, ലെറ്റർ ബി, തിരുവോണം, നമ്പർ 5, ലെറ്റർ എസ്, വയനാട്, ലെറ്റർ ഒ, ലെറ്റർ കെ, ഒക്ടോബർ മന്ത്, നമ്പർ 27, നമ്പർ 7, July month, number 19, letter M, Palakkad district, letter L, number 18, Poorattadi nakshatra, letter J, and finally number 11. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സോഡിയക് സൈൻസ്. സോ ഇത് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.